സങ്കീർത്തനം 44:2. നിന്റെ കൈകൊണ്ട് നീ ജാതികളെ പുറത്താക്കി ഇവരെ നട്ടു, നീ വംശങ്ങളെ നശിപ്പിച്ചു ഇവരെ പരക്കുമാറാക്കി. സർവശക്തനായ ദൈവം തൻ്റെ ജനത്തെ മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചപ്പോൾ അവരെ വെറുതെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി സ്ഥലവും സൗകര്യവുമൊക്കെയുള്ള ഇടങ്ങളിൽ പറ്റുന്നതുപോലെയൊക്കെ താമസിപ്പിക്കുകയായിരുന്നില്ല. തൻ്റെ ജനത്തെ പാലും തേനും ഒഴുകുന്ന രാജ്യത്ത് തന്നെ എത്തിച്ചു. നാം ഒരു വൃക്ഷത്തിൻ്റെ തൈ നടുമ്പോൾ തടമെടുത്ത് ആ സ്ഥലം കിളച്ച് വൃത്തിയാക്കിയൊക്കെയാണ് നടുന്നത്. അതുപോലെ യഹോവയായ ദൈവം തൻ്റെ കൈകൊണ്ട് ജാതികളെ പുറത്താക്കി അവരെ നട്ടു. അവർ ഇന്നുവരെ അവിടെ നിലനിൽക്കുന്നു. നമ്മെയും ദൈവം ഒരു ദൈവസഭയിൽ കൊണ്ട് നട്ടാൽ നാം അവിടെ നിന്ന് വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒരു വൃക്ഷം നട്ടാൽ അവിടെ ഉറച്ചാലേ അതിന് വേരുകളെ മുളപ്പിച്ച് വളരുവാൻ സാധിക്കൂ. നാം അതിനെ പറിച്ച് പലയിടങ്ങളിൽ മാറി മാറി കൊണ്ട് നട്ടാൽ അത് വളരില്ല, അതിൻ്റെ വേര് ഉണങ്ങുവാൻ ഇടയായിത്തീരും. ദൈവാലോചനയാൽ നമ്മെ എവിടെ നട്ടോ അവിടെ നാം വളരുവാൻ ഇടയായിത്തീരണം. വംശങ്ങളെ നശിപ്പിച്ച് ദൈവജനത്തെ പരക്കുമാറാക്കി ദൈവം. ജാതീയമായുള്ള വിശ്വാസങ്ങളും വിഗ്രഹസേവയുമൊക്കെ ഉള്ളവരെ മാറ്റി ഏക സത്യ ദൈവത്തെ ആരാധിക്കുന്നവരെ ദൈവം പരക്കുമാറാക്കി. വളർച്ചയും ഉയർച്ചയും ഒക്കെ നമുക്ക് ലഭിക്കുന്നത് ദൈവത്താലാണ്. ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് നേടിയെന്ന് നമുക്ക് ഒന്നിനെപ്പറ്റിയും പറയുവാൻ യോഗ്യതയില്ല. ദൈവസഭയുടെ വളർച്ചയാണെങ്കിലും ഭൗതിക നന്മകൾ ആണെങ്കിലും വളരുമാറാകുന്നത് ദൈവഹിതത്താലാണ്, ദൈവസഹായത്താലാണ്. ദൈവം അന്ന് അബ്രഹാമിനെ അനുഗ്രഹിച്ച അനുഗ്രഹം ഇന്നും ദൈവജനം അനുഭവിക്കുന്നു. 1 കൊരിന്ത്യർ 3:6-7 ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയത്. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ആത്മാക്കളെ നേടുന്നതിലോ ദൈവസഭയുടെ വളർച്ചയിലോ ഒക്കെ നാം കഠിനമായി അധ്വാനിക്കുന്നുണ്ടാവാം. എന്നാൽ നമ്മുടെ പ്രവൃത്തി കർത്താവിൽ വ്യർത്ഥമല്ലാതായി തീരുന്നത് ദൈവം അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോഴാണ്. യോശുവയുടെ കാലഘട്ടത്തിൽ നടന്നത് ഇന്നും ദൈവസഭയിൽ കൂടി നടക്കുന്നു. ജാതീയ ശക്തികളെ നശിപ്പിച്ച് ദേശാധിപതി ശക്തികളെ നിർവീര്യമാക്കി ഇന്നും ദൈവം തൻ്റെ ദാസന്മാരിൽ കൂടി ആത്മാക്കളെ വിടുവിക്കുകയും വളർത്തുകയും ഫലം കായ്ക്കുമാറാക്കുകയും ചെയ്യുന്നു. ദൈവം തൻ്റെ സഭയെ, നമ്മുടെ വ്യക്തിജീവിതങ്ങളെ, കുടുംബങ്ങളെയൊക്കെ വളർത്തുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, അങ്ങ് ഞങ്ങളെ വളർത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.